ലതാഫ ഹംറ വഹാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം ഞാൻ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസമാണ് ഈ പെർഫ്യൂം നമ്മുടെ കയ്യിലെത്തിയത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇന്നലത്തെ മഴയത്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല മഴ കാരണം. അപ്പം ലോങ്ജിവിറ്റി എന്താണ്, മണം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പാക്കേജിങ്, ഹംറയുടെ പാക്കേജിങ് നമുക്കറിയാം, നല്ല കട്ടിയുള്ള ബോക്സാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് ലതാഫ ഹംറ ട്രൈ ചെയ്തവർക്ക് അറിയാം, കട്ടിയുള്ളൊരു ഒരു പാക്കേജിങ്. ഒരു നീല നിറത്തിലുള്ള ഒരു ഐസ്ബർഗ്, അല്ലെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്, ഒരു മഞ്ഞകട്ട അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. EDP ആണ്, കോൺസെൻട്രേഷൻ 100 ml ഉണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ ഹോളോഗ്രാമെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ലതാഫ ഹംറയുടെ സെയിം ബോട്ടിൽ തന്നെയാണ്, പക്ഷെ ജ്യൂസ് വരുന്നത് ഒരു നീല കളർ, ഓഷ്യാനിക് ബ്ലൂ മറൈൻ ജ്യൂസ്, മറൈൻ കളറിലുള്ള ജ്യൂസാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ക്യാപ്പ് വരുന്നത് പ്ലാസ്റ്റിക് ക്യാപ്പാണ്. ലതാഫയുടെ ലോഗോ കാണാം. സെയിം, ഒന്നുമില്ല, ഉള്ളിലും ഒന്നുമില്ല. ഇനി ലതാഫ ഹംറ വാങ്ങിയവർക്ക് ഒരു കാര്യം അറിയാം, മാസറേഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് അതൊന്ന് മിനുങ്ങിയത്. ഈ ഒരു പെർഫ്യൂം ആണെങ്കിൽ കൂടിയും നിങ്ങൾ വാങ്ങുമ്പോൾ മാസറേഷൻ ചെയ്യണം. മാസറേഷൻ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മണം എന്താണെന്ന് നമുക്ക്, ഒരു പെർഫ്യൂമർ എപ്രകാരമാണോ മനസ്സിൽ കണ്ട് നിർമ്മിച്ചത് ആ ഒരു മണം കിട്ടണമെങ്കിൽ ചില പെർഫ്യൂമൊക്കെ ഒരു മാസറേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഈ ഒരു പെർഫ്യൂമും അത് അർഹിക്കുന്നുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, അമിത പ്രതീക്ഷ, ഒരുപാട് ഹൈപ്പ് ഈ ഒരു പെർഫ്യൂമിന് വന്നു. അത് തന്നെയാണ് ഈ ഒരു പെർഫ്യൂമിന് വിനയായത്. ഇപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് തുടക്കത്തിൽ വന്ന ഒരു ഫ്രഷ് പെർഫ്യൂം ലവർ ആണെങ്കിൽ കൂടിയും ഇതിന് ഇൻഫ്ലുവൻസേഴ്സ് കൊടുത്ത ഒരു ഹൈപ്പ്, ഹിമാലയം പോലുള്ള ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഹൈപ്പോട് കൂടി സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയിലാണെങ്കിലും എന്തിലാണെങ്കിലും അമിത ഹൈപ്പോട് കൂടി നമ്മളൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മിക്കവാറും ഫലം നിരാശയായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. പ്രൊഫൈൽ പറയാം. സെന്റ് പ്രൊഫൈൽ: സിട്രസ്, ഫ്രഷ് സ്പൈസി, അരോമാറ്റിക്, വാനില, വുഡി, പൗഡറി, ഓസോണിക്, അക്വാട്ടിക്, ഗ്രീൻ, സ്വീറ്റ്. ഏതാണ്ട് ആ പ്രൊഫൈലിൽ പറഞ്ഞ മണത്തിന്റെ രീതി തന്നെയാണ് ഈ മണവും പോകുന്നത്. ഇനി നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ ബെർഗാമോ, ജുനിപ്പർ, യൂസോ, ജിഞ്ചർ, മിഡിൽ നോട്ടിൽ കുക്കംബർ, സീ സോൾട്ട്, സേജ്, ഐറിസ്, ബേസ് നോട്ടിൽ വാനില, ആംബ്രോക്സൻ, ടോങ്കാബീൻ, അഗിഗലൌട്ട്, മസ്ക്. ബാഹുബലിക്ക് ശേഷം പ്രവാസിന് എന്ത് പറ്റി? പ്രവാസിന് പിന്നീട് പ്രവാസ് ചെയ്ത സിനിമകൾ മുഴുവൻ ഈ ബാഹുബലി വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായതുപോലെയാണ് ലതാഫ ഹംറയ്ക്ക് ശേഷം വരുന്ന ആ ഒരു സീരീസ് വരുന്ന പെർഫ്യൂം മുഴുവൻ ഇവർ എന്ത് ചെയ്യും? ഹംറയുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ആ ഒരു പെർഫ്യൂം വേറൊരു ജോണറി വരുന്നത്, ഇത് വേറൊരു ജോണറി വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ബോട്ടിലുടെ കളറിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് ഇതിന്റെ മണവും. ഇനി ഇപ്പൊ കുറെ നോട്ട് ഞാൻ പറഞ്ഞു, ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മണം നല്ല പ്രഷറൈസ് ആയിട്ടുള്ള സ്പ്രെയർ ആണ്. ഓപ്പണിങ്ങിൽ വരുന്നത് ജിഞ്ചർ ലൈറ്റ് സിട്രസ്, ജിഞ്ചറിന്റെയും അല്ലെങ്കിൽ ഇഞ്ചിയുടെയും ചെറുതായിട്ടുള്ള നാരങ്ങയുടെയും ചെറിയൊരു മണമാണ് വരുന്നത്. പക്ഷെ കൂടുതലും വരുന്നത് ഒരു നോട്ട്, അത് വളരെ പ്രൊമിനന്റ് ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ അറിയാൻ പറ്റും. വെള്ളരിക്ക, കുക്കുംബറിന്റെ മണമാണ് ഇതിൽ കൂടുതലായിട്ട് കിട്ടുന്നത്. വെള്ളരിക്കയുടെയും സീ സോൾട്ട്, കടലുപ്പിന്റെയും മണമാണ്. കടലുപ്പ് എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു കടലിൽ നിൽക്കുന്നവർ, കടൽ തീരത്ത് പോയി നിൽക്കുന്നവർക്ക് കടലിലെ കാറ്റ് വീശുമ്പോൾ ഒരു ഉപ്പ് കലർന്ന ഒരു മണം വരാറുണ്ട്, ഒരു കടലിന്റെ മണം. അപ്പൊ ആ ഒരു ഉപ്പിന്റെയും വെള്ളരിക്കയുടെയും മണമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. തുടക്കത്തിലുള്ള നാരങ്ങയുടെയും ഇഞ്ചിയുടെ മണവും ഒരു 10 സെക്കൻഡിനുള്ളിൽ ഫേഡാവും. പിന്നെ മുഴുവനും കിട്ടുന്നത് ഉപ്പിലിട്ട വെള്ളരിക്ക. കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ, നിങ്ങൾ നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? നെല്ലിക്ക ജ്യൂസ്, ഉച്ച സമയത്ത് നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്കയും നെല്ലിക്കയും പുതിനയിലയും അല്പം ഉപ്പ് വിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചാൽ കിട്ടുന്ന ആ ഒരു സത്തിന്റെ മണം എന്താണോ അതാണ് ഇതിന്റെ മണം. ഒരു വെള്ളരിക്ക ജ്യൂസ്, അതിന് കുറെ നെല്ലിക്ക ഇട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹെർബൽ ടോണിക്, അതാണ് ഈ പെർഫ്യൂം. ഇതൊരു ഹെർബൽ ജിഞ്ചർ കുക്കുംബർ ടോണിക്, അതാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾക്ക് ആ ഒരു അതിലെ കോതും അതിലെ ചതഞ്ഞ ചണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞ് അത് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും പ്രിസ്റ്റീൻ ആയിട്ട് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മണം, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകത, ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഒരു സ്വീറ്റ്നെസ് വരുന്നുണ്ട്. അത് മിക്കവാറും ടോങ്കാബീൻ്റെ അല്ലെങ്കിൽ ഈ മസ്കിന്റെയോ വാനിലയുടെ എന്തോ ഒരു നോട്ട്, ഒരു സ്വീറ്റ് നോട്ട് വരുന്നുണ്ട്. ഒരു ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണ് ഇത് എടുക്കേണ്ടത്. സ്വീറ്റ് പെർഫ്യൂം ഉള്ളവർക്കല്ല, ഇത് ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു പെർഫ്യൂം ചേരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 6-6.5 മണിക്കൂറാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇതിന്റെ ലോങ്ജിവിറ്റി. എത്ര സ്പ്രേ അടിക്കണമെന്ന് ചോദിച്ചാൽ 8-9 സ്പ്രേ അടിക്കണം. ആദ്യത്തെ 2.5 മണിക്കൂർ സ്ട്രോങ് ആണ് പ്രൊജക്ഷൻ. പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് മണം ചുരുങ്ങും. പിന്നെ ഒരു വിയർപ്പിന്റെ നാറ്റം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറും. ഇതിന്റെ ഒരു നോട്ട്, ഒരു സീ സോൾട്ടിന്റെയും ഈ വെള്ളരിക്കയുടെയൊക്കെ മണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഹെർബൽ ടോണിക് ആയതുകൊണ്ട് നമുക്ക് വിയർപ്പിന്റെ ആ ഒരു ഓർഡർ അതങ്ങ് മാറും. ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഫീൽഡ് വർക്ക് ഒന്നും ചെയ്യാതെ ഇപ്പോൾ എല്ലാവരും പകത്തായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെയാണ് ഒരു പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫ്രഷ് പെർഫ്യൂം നിങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. അമിത പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾ സമീപിക്കരുത്. ഒരു ഫ്രഷ് പെർഫ്യൂം, നല്ലൊരു ഫ്രഷ് പെർഫ്യൂം ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ട്രൈ ചെയ്യുക.
പിന്നെ സിന്തറ്റിക് ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന ഈ ഒരു 3800 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ച് വരുന്ന പെർഫ്യൂമിന്റെ ആ ഒരു ഇതൊക്കെ തന്നെയാണ് ഇതിനുള്ളത്. ലത്താഫ കമ്ര നിങ്ങൾക്ക് എന്ത് തോന്നി അതുപോലെ തന്നെയാണ്. ഇനി ഞാൻ എടുത്തു പറയുന്ന തുടക്കത്തിൽ പറഞ്ഞ പോലെ വാങ്ങുന്നവർ മാസ്റ്ററേഷൻ ചെയ്യണം, നിർബന്ധമായും ചെയ്യണം. വീഡിയോ കാണുന്നവർ ഇത് വാങ്ങിയിട്ട് ഉടനെ അടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. കുറച്ച് ഒരു 3-4 മാസം മാറ്റി വയ്ക്കുക. ഇത് കുറെ കൂടി സ്ട്രോങ് ആവും. എങ്കിൽ മാത്രം യഥാർത്ഥ മണം അറിയാൻ പറ്റും. ഇത് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ഇപ്പോഴത്തെ ഒരു സീസണിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് ഏകദേശം ഒരു ധാരണ പിടികിട്ടിട്ടുണ്ടാവും. മണം എക്സാക്ട് സെയിം ആണ്. ഞാൻ ഈ പറഞ്ഞത് എന്താണോ അതാണ് അതിന്റെ മണം. ഈ മണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പെർഫ്യൂം നിങ്ങൾക്ക് വാങ്ങാം. ഇതിന്റെ 5 ml 10 ml ഞാൻ ഡീക്കന് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ ബോട്ടിൽ വാങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. 5 ml 10 ml ഡീക്കന് ഞാൻ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. വാങ്ങേണ്ടവർ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ വാങ്ങുക.